ത്രികോണ മത്സരത്തിലേക്ക് ചുവടുവെക്കുകയാണോ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്? ചൂടേറിയ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്ന 3 ലോക്സഭാ മണ്ഡലങ്ങൾ: ചേലക്കര, വയനാട്, പാലക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് എന്ന പോലെ 3 മുന്നണികൾക്കും ഏറെ നിർണായകം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളും. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു എന്ന് തീരുമാനിച്ചതോടെ ഏറെക്കുറെ സ്ഥാനാർത്ഥി നിർണയത്തിലും തീരുമാനമായി. 6 മാസം കഴിഞ്ഞുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ വടിയെടുക്കേണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഇച്ഛാഭംഗം വരുത്താതെ പ്രിയങ്ക ഗാന്ധി തന്നെ കളത്തിലിറങ്ങി. അതോടെ വയനാട്ടിൽ തലപൊക്കിയ കലഹങ്ങൾക്ക് ശമനവുമായി. ചേലക്കരയിൽ രമ്യ ഹരിദാസ് പയറ്റുമെന്ന് ഉറപ്പിച്ച മട്ടായിരുന്നു. എന്നാൽ പാലക്കാട് അവസാന നിമിഷത്തിൽ പുതിയ ഒരുപാട് പേരുകൾ ഉയർന്നു വന്നു. രമേഷ് പിഷാരടി, VT ബൽറാം, K മുരളീധരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ പേരുകൾ അവസാന ഘട്ടത്തിൽ ചർച്ചയായി. ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ ഇച്ഛ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവസരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുലിനെ നേതാക്കൾ പിന്തുണച്ചുവെന്നാണ് വിവരം. മറ്റു പേരുകളൊന്നും പാലക്കാടുമായി ബന്ധപ്പെട്ട് നിലവിൽ UDFന്റെ മുന്നിലില്ല. പൊതുതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിലും വിജയം ഉറപ്പാണെന്ന കണക്കുകൂട്ടലിലാണ് UDF. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ പാലക്കാട് പകരക്കാരനാര് എന്ന ചർച്ചകൾ സജീവമായിരുന്നു. ഷാഫി വടകരയിൽ കാലുകുത്തിയതു മുതൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നുവെന്ന എല്ലാ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും കൃത്യമായി തന്നെ മറുപടി കൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ ചർച്ചകൾക്ക് മുൻപേ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും മറ്റും കോൺഗ്രസ് നടത്തിയ പലവിധ പ്രതിഷേധ പരിപാടികളിലും മുന്നിൽ തന്നെയുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പ്രതിഷേധത്തിന് എല്ലാം പുറമെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും തീർത്തും നാടകീയം തന്നെയായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ജനകീയനായി മാറുന്നതിന്റെ സൂചനകളായിരുന്നു അത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത് എന്ന വിമർശനങ്ങൾ അന്നു മുതലേ സജീവമായിരുന്നു. അന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയായി രാഹുൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ ഷാഫി പറമ്പിലിന്റെ പിന്തുണ രാഹുലിന് ഉണ്ട് എന്ന് എതിർചേരിയിൽ നിന്നും വാദങ്ങളും വിമർശനങ്ങളും ഉയർന്നതാണ്. എന്നാൽ ഈ വാക്കുകളെല്ലാം വിഫലമാകുന്ന തരത്തിലായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി VK ശ്രീകണ്ഠൻ രംഗത്തെത്തി. സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് രാഹുലിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വീണ്ടും വാർത്തകൾ നിറഞ്ഞു. എന്നാൽ ഷാഫിയുടെ വിജയത്തോടെ രാഹുലിന്റെ രാജയോഗം തെളിഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാഹുലാണെന്ന് കോൺഗ്രസ് ഉറപ്പിച്ച മട്ടാണ്. പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ BJPക്ക് ഏറെ പ്രതീക്ഷയും സ്വാധീനവും ഉണ്ട് എന്ന് കാണാം. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് ഒപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E ശ്രീധരനെ ഇറക്കി BJP കളം നിറഞ്ഞപ്പോൾ 3859 വോട്ടിനാണ് ഷാഫി വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് UDFന് 52,779 വോട്ടാണ് ലഭിച്ചത്. രണ്ടാമതെത്തിയ BJPയേക്കാൾ 9,707 വോട്ട് UDFന് അധികം ലഭിച്ചു. നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. എന്നാൽ തളരാതെ തന്നെ BJP ഉണ്ട് എന്നത് വെല്ലുവിളിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനേറ്റ പ്രഹരവും BJPക്കുണ്ടായ നേട്ടവും ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെല്ലുവിളി തന്നെയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് പൊരുതാനുള്ളത് BJPയോടാണ്. BJPക്ക് ശക്തി തെളിയിക്കാൻ ലഭിക്കുന്ന അവസരവും മണ്ഡലവും പാലക്കാട് തന്നെയാണ്. വയനാട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. ചേലക്കര ഇടതുകോട്ട എന്നറിയപ്പെടുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് അനുകൂലമായി ഒരുപാട് വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേസമയം പാലക്കാട് BJPക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ്. CPMന്റെ ഭാഗത്തു നിന്നും ഇതുവരെ സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. വലിയൊരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണോ എന്ന് ആശങ്കപ്പെടുത്തുന്ന മൗനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. രാഹുൽ യുവത്വമാണ് എന്നുള്ളതും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനാണ് എന്നുള്ളതും അദ്ദേഹത്തിന്മേലുള്ള മൈലേജ് വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ BJP പാലക്കാട്ടേക്ക് ഇറക്കുന്നത് ശോഭാ സുരേന്ദ്രനെ ആണെങ്കിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് ശോഭാ സുരേന്ദ്രൻ പിന്നിട്ട വഴികൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ത്രികോണ മത്സരത്തിലേക്ക് പാലക്കാട് നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ CPMന്റെ മൗനം തന്നെയാണ് ഉത്തരം നൽകേണ്ടത്.